വെടിയുണ്ടകളേറ്റ് തുടഞ്ഞു വീണ നെഞ്ചുകൾക്ക്, ഷൂസുകളിൽ അടയാളം വീഴ്ത്തിയ നാവുകൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പറഞ്ഞത് PK പാറക്കടവ് എന്ന് പറയുന്ന വലിയൊരു വിപ്ലവ എഴുത്തുകാരൻ തന്നെയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനം, കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെട്ടപ്പോൾ വന്ദേ മാതരം നിർബന്ധമായും ചൊല്ലണം, മുഴുവനായും ചെല്ലണം എന്ന ഒരു തിട്ടൂരത്തിലുള്ള ഒരു നരേന്ദ്രമോദി സർക്കാർ, RSS സർക്കാരാണ് കഴിഞ്ഞുപോയത്. എന്നാൽ വന്ദേ മാതരം മുഴുവനായി ചെല്ലില്ല എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസും നിലപാട് വ്യക്തമാക്കിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം മുഴുവനായി ചെല്ലിയത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലും അത്തരത്തിലുള്ള ഭീഷണി RSSൻ്റെ ഭാഗത്തു നിന്നും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. വന്ദേ മാതരം മുഴുവനായി ചെല്ലിയില്ലെങ്കിൽ, മോദി സർക്കാരിൻ്റെ ഇത്തരം പുതിയ നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം VD സതീശൻ സർക്കാർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള വാർത്തകളും ഭീഷണികളും നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇവിടെ കൃത്യമായ വിമർശനങ്ങൾക്ക് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി വന്ദേ മാതരം മുഴുവനായി ചെല്ലാതെ ഒരു സ്വാതന്ത്ര്യം ആഘോഷിച്ച കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി AICC ആസ്ഥാനത്ത് നമ്മൾ കണ്ടത് വന്ദേ മാതരവും അതോടൊപ്പം തന്നെ ദേശീയ ഗാനവും ഒരേ രീതിയിൽ ചൊല്ലിക്കൊണ്ട് ആ വേദിയെ അലങ്കോലപ്പെടുത്തുന്ന, സ്വാതന്ത്ര്യ ദിനത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ ഇവർക്കെതിരെ ഒരു സ്വാതന്ത്ര്യദിനത്തെ അപമാനിച്ചതിന് കേസെടുക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ സംഘപരിവാരം കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ട് നടക്കുമ്പോൾ അതേ കോൺഗ്രസ് മുക്ത ഭാരതം RSSന് വേണ്ടി കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്തും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല കാഴ്ചകൾ. AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തി അതിനുശേഷം ദേശീയ ഗാനം ചൊല്ലുമ്പോൾ അതിനിടയിലും ഇതേ രീതിയിലുള്ള കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും നിൽക്കുന്ന അതേ വേദിയിൽ തന്നെ വന്ദേ മാതരവും അതോടൊപ്പം തന്നെ ജനഗണമനയും ഒരേ രീതിയിൽ ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പാർട്ടിയോടോ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനോടോ പാർട്ടിയുടെ കൃത്യമായ തീരുമാനങ്ങളോടോ അജണ്ടകളോടോ നിലപാടുകളോടോ അല്പം പോലും കൂറില്ലാത്ത ഒരു നേതാക്കളെയാണ് സ്വന്തം പാർട്ടിയിൽ വേദിയിൽ ഒരു ദേശീയ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു ചോട്ട പ്രവർത്തകർ, ഒരു പാർട്ടിയിലെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകരല്ല ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത്. ഒരു കുറുക്കൻ്റെ ഒരു സ്വഭാവത്തോടു കൂടി, ഒരു മാന്യതയുമില്ലാതെ, ഒരു സംസ്കാരവുമില്ലാതെ, ഒരു അച്ചടക്കവുമില്ലാതെ പെരുമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കോൺഗ്രസ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഏകാധിപതിയായ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നും ജനാധിപത്യവും മതേതരത്വവും തിരിച്ചു കൊണ്ടുവരിക എന്നതും സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു കേഡർ പാർട്ടി സിസ്റ്റമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ കുറവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേ അവസരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, CPM-ഉം CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാതൃകാപരമായ നിലപാട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണോ പാർട്ടി അജണ്ട, ആ പാർട്ടി അജണ്ടക്ക് അനുസൃതമായി ദേശീയ ഗാനവും അതോടൊപ്പം സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊന്നും ഒരു RSS അജണ്ടയും നടപ്പിലാക്കിയത് നമുക്ക് കാണാൻ സാധിക്കില്ല. നേരത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ RSS അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടമെന്ന് പഴികേൽക്കേണ്ടി വന്ന അതേ
ഭരണകൂടത്തിൻ്റെ പാർട്ടി ഈ വിഷയത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ CPM-ന് അജണ്ടകളും പാർട്ടിയുടെ നിലപാടുകൾക്കും വ്യത്യസ്തമായി ചലിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കേഡർ സിസ്റ്റം ഇല്ലാത്ത ഒരു പാർട്ടിക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ നേതാക്കൾ നിൽക്കുന്ന വേദിയിൽ പോലും ഇത്തരത്തിൽ ഒരു മാന്യതയും ഒരു സംസ്കാരവും ഒരു അച്ചടക്കവും കാണിക്കാതെ കേവലം നഴ്സറി കുട്ടികളെക്കാൾ തരംതാണ രീതിയിൽ പെരുമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിലെ ചില കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടു നോക്കാം. Kharge standing throughout. Kharge doesn't seem to be uncomfortable, right? So first two stanzas she doesn't ask for a chair. After the first two stanzas she asks for a chair. First of all, there is no reference to a chair here. Let's be very clear. After the first two stanzas, they're talking to each other, they're gesticulating to each other, and they're uncomfortable, and she seems extremely upset at one point. And she says stop, Kharge says stop. Ade, you ask for a chair. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ പൂർവികർ ജീവനും ജീവിതവും രക്തവും നൽകി ജയിലറകളും നൽകി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു മൂല്യത്തെക്കുറിച്ചൊക്കെ ആരാണ് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക? സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനങ്ങൾ കേവലം ഒരു ലഡുവും പായസവും വിതരണം ചെയ്തുകൊണ്ട് ഒരു ദേശീയ ഗാനവും ആലപിച്ചുകൊണ്ട് 10-20 മിനിറ്റ് അവസാനിക്കുന്നതിന് പകരം എന്താണ് സ്വാതന്ത്ര്യ സമര ചരിത്രമെന്നും ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഏതു രീതിയിലാണ് ഇവിടെയുള്ള നാനാജാതി മതസ്ഥർ വിഭാഗത്തിലുള്ള ആളുകൾ പരിധികളില്ലാതെ പോരാടിയത് എന്നുള്ള ചരിത്രപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ പരിപാടികൾ, നാടകമോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേജ് പരിപാടികളോ ടേബിളോ തുടങ്ങിയ എന്ത് പരിപാടികൾ സങ്കല്പിക്കാൻ കഴിയും, അത്തരത്തിലുള്ള കൃത്യമായ പരിപാടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ മൂല്യബോധം ഇനിയെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. പൊരുതി നേടിയ സ്വാതന്ത്ര്യം ഇത്തരത്തിൽ സംഘപരിവാരവൽക്കരണത്തിന് വേണ്ടിയും RSS അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയും ഹിന്ദുത്വവൽക്കരിക്കപ്പെടാൻ വേണ്ടിയുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്ത ആളുകൾ ഇന്ന് ദേശീയഗാനം ഏതാലപിക്കണം, ദേശീയഗാനം സ്വാതന്ത്ര്യദിനം ഏത് രീതിയിൽ ആഘോഷിക്കണമെന്ന് ഇവിടെ പോരാടിയ ജനതയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വന്ദേമാതരം എന്ന് പറയുന്നത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം അനുസരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ദേശീയ ഗാനമല്ല. അതിൻ്റെ ആദ്യ വരികൾ മാത്രമേ പാടേണ്ടതുള്ളൂ എന്ന് നേരത്തെയുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പല ഭരണാധികാരികളും കോൺഗ്രസിൻ്റെ കൃത്യമായ പാർട്ടി അജണ്ടയും കൂടിയാണ്, ഭരണഘടനാപരമായ ഒരു തീരുമാനവും കൂടിയാണ്. അത്തരം തീരുമാനങ്ങളെയാണ് സത്യത്തിൽ ഇപ്പോൾ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വന്ദേമാതരം ഇവിടെയുള്ള മുഴുവൻ നാനാജാതി മതസ്ഥരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി എന്നുള്ള നേരത്തെ തീരുമാനങ്ങളുണ്ടായത്. എന്താണ് വന്ദേമാതരം, എന്താണ് അതിൻ്റെ അകക്കാമ്പ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ അർത്ഥം ഒരു രത്ന ചുരുക്കമായി നമ്മൾ നൽകുകയാണ്. അമ്മേ, നിന്നെ ഞാൻ വണങ്ങുന്നു, സമൃദ്ധമായ ജലത്താലും സമൃദ്ധമായ ഫലങ്ങളാലും നിറഞ്ഞവളെ, മലകളിൽ നിന്നെത്തുന്ന തണുത്ത കാറ്റിൽ നിന്ന് ശീതളമായവളെ, പച്ചപ്പാർന്ന വിളകളാൽ മനോഹരമായ മാതാവേ, നിന്നെ ഞാൻ വണങ്ങുന്നു. വെളുത്ത ചന്ദ്രപ്രകാശത്തിൽ തിളങ്ങുന്ന രാത്രികളെപ്പോലെ മനോഹരമായവളെ, മധുരമായ ഭാഷ സംസാരിക്കുന്നവളെ, സന്തോഷവും അനുഗ്രഹവും നൽകുന്ന മാതാവേ, നിന്നെ ഞാൻ വണങ്ങുന്നു. 30 കോടി ജനങ്ങളുടെ മഹാശക്തിയായവളെ, 60 കോടി കൈകളുടെ ശക്തിയായവളെ, നിന്നെ ആരാണ് ദുർബലയെന്ന് വിളിക്കുന്നത്? നിന്റെ മക്കളുടെ ശക്തിയാൽ നീ മഹത്തായവളാണ്. ശത്രുക്കളെ നേരിടാനുള്ള ശക്തി നൽകുന്ന മാതാവെ, നിന്നെ ഞാൻ വണങ്ങുന്നു. അതായത് നമ്മൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആചാര രീതിയിലാണ് ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നീ തന്നെയാണ് ജ്ഞാനം, നീ തന്നെയാണ് ധർമ്മം, നീ തന്നെയാണ് ഹൃദയത്തിലും ജീവിതത്തിലും നിറഞ്ഞിരിക്കുന്ന ശക്തി, നീ തന്നെയാണ് ജീവനും ശരീരത്തിലെ പ്രാണനും. നിന്റെ ക്ഷേത്രങ്ങളിലെ ഓരോ പ്രതിമയിലും
അവിടെയാണ് പ്രശ്നം. ഓരോ പ്രതിമയിലും നിന്റെ മഹത്വമാണ് പ്രതിഫലിക്കുന്നത്. നിന്നെ ഞാൻ വണങ്ങുന്നു. നീ തന്നെയാണ് ദുർഗയെപ്പോലെ ശക്തിയായവൾ, ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവൾ. നീ തന്നെയാണ് ലക്ഷ്മിയെപ്പോലെ സമൃദ്ധിയും അനുഗ്രഹവും നൽകുന്നവൾ. നീ തന്നെയാണ് സരസ്വതിയെപ്പോലെ ജ്ഞാനവും കലയും നൽകുന്നവൾ. നിന്റെ മഹത്വം എല്ലായിടത്തും വാഴ്ത്തപ്പെടുന്നു. വന്ദേ മാതരത്തിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദേശീയതയെ അല്ലെങ്കിൽ ഒരു ദേശ അഭിമാനത്തെ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു വന്ദേ മാതരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ അവസരത്തിൽ ഇത്തരം വാക്കുകളോടൊപ്പം നമ്മളിപ്പോൾ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പ്രവാചകനെയോ ഉൾപ്പെടുത്തുക, അതേപോലെ തന്നെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ഉൾപ്പെടുത്തുക, അതേപോലെ ജൈന മതവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധമതവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ദൈവങ്ങളെ അങ്ങനെ ഇവിടെയുള്ള നാനാജാതി മതങ്ങളെയും ജാതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേ രീതിയിൽ ഒരു മഹത്വവൽക്കരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനപ്പുറത്ത് ഇവിടെ ജാതിയിലും മതത്തിലും ഒന്നും വിശ്വസിക്കാത്ത, മതത്തിൽ വിശ്വാസമില്ലാത്ത അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വന്ദേ മാതരമാണെങ്കിൽ നമുക്കിതിനെ അനുകൂലിക്കാമായിരുന്നു. എന്നാൽ കേവലം ഹിന്ദു സമൂഹത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനോട് മാത്രം വർണ്ണിച്ചുകൊണ്ടുള്ള ഈ വന്ദേ മാതരത്തെയാണ് ഇവിടെയുള്ള മതേതര സമൂഹത്തിന് ഹിന്ദു ഒഴികെയുള്ള ക്രൈസ്തവനും മുസ്ലിമിനും ജൈനനും ബുദ്ധനും പാഴ്സിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. എന്നാൽ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇതിനെ അനുകൂലിക്കാൻ കഴിയൂ എന്നും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടത്. ഇവിടെയുള്ള ഹിന്ദു സമൂഹവും ഈ വന്ദേ മാതരം ചെല്ലണമെന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയും കാണിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. കേവലം RSS ഹിന്ദുത്വവൽക്കരിക്കുക എന്നതിനപ്പുറത്ത്. പുഞ്ചിരി മധുരമാണ്, നിന്റെ വാക്കുകൾ മധുരമാണ്, നിന്റെ മണ്ണ് അനുഗ്രഹീതമാണ്, നിന്റെ മക്കൾ നിന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നിന്റെ മഹത്വം ഇന്നും നിലനിൽക്കട്ടെ. മാതാവേ, നിന്നെ ഞാൻ വണങ്ങുന്നു. ഒരു ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട് തന്നെയാണ് വന്ദേ മാതരം മുഴുവനായും ചെല്ലേണ്ടതില്ല എന്ന് കാലാകാലമായി വന്ന ഗവൺമെന്റുകൾ, അതേപോലെ രാഷ്ട്രീയ പാർട്ടികളും മതേതര സമൂഹവും അതിനെ കണ്ടത്. എന്നാൽ RSSനെ സംബന്ധിച്ചിടത്തോളം 2014 അധികാരത്തിലെത്തിയതിനു ശേഷം അവർക്കുണ്ടാകുന്ന ഏകദേശീയത ഈ വന്ദേ മാതരം ചെല്ലലാണ്. ഭാരത് മാതാവിൽ തുടങ്ങി വന്ദേ മാതരത്തിൽ അവസാനിക്കുന്നതാണ് അവരുടെ ദേശീയതയും ദേശക്കൂറും അതോടൊപ്പം തന്നെ രാജ്യസ്നേഹവും. എന്നാൽ മറ്റ് മതസമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെയോ രാജ്യസ്നേഹവും ദേശസ്നേഹവും കേവലം വന്ദേ മാതരത്തിലും ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ ചരിത്രബോധമുള്ളവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. മറിച്ച് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് മാത്രം നക്കി ശീലമുള്ള ആളുകൾക്ക് ഇതേപോലെയുള്ള പൊടിപ്പും തുങ്ങലുകൾ കൊണ്ട് മാത്രമേ ദേശസ്നേഹവും ദേശക്കൂറും കാണിക്കാൻ കഴിയുകയുള്ളൂ.